ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു മദർഷിപ്പ് നമ്മുടെ പോർട്ടിൽ മൂറിങ്ങിലാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഷിപ്പ് MSCയുടെ ടോപ്പാസ് എന്ന് പറയുന്ന ഷിപ്പാണ്. ഏകദേശം 366 മീറ്ററാണ് ഷിപ്പിന്റെ ലെന്ത് വരിക. 48.2 മീറ്ററാണ് ഷിപ്പിന്റെ ബെർത്ത് അല്ലെങ്കിൽ ബീം അല്ലെങ്കിൽ ഷിപ്പിന്റെ വീതി എന്ന് പറയാം. 29.9 മീറ്റർ ഡെപ്തും മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 15.5ഉം 24.6 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഷിപ്പിന് ഏകദേശം 13,100 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയും ഏകദേശം 800 റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന യാർഡ് പോർഷനിൽ ധാരാളം കണ്ടെയ്നറുകളാണ് നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്നത്. ഒന്നിനുമേൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഇപ്പോൾ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് നമുക്ക് ആ നേട്ടം കൈവരിക്കാനായി സാധിച്ചത്. അതായത് ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് 1,00,000 TEU കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് നടത്താൻ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം പോർട്ടിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. വെറും 4 മാസം കൊണ്ടാണ് ആ നേട്ടം നമുക്ക് കൈവരിക്കാനായി സാധിച്ചത്. അതിനാൽ ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് വന്ന 60ാമത്തെ ഷിപ്പാണ് നമ്മുടെ മുന്നിലുള്ള MSC ടോപ്പാസ് എന്ന് പറയുന്ന വലിയൊരു മദർഷിപ്പ്. ഇനി നമുക്ക് ഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷിപ്പിന്റെ ബ്രിഡ്ജ് പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ബ്രിഡ്ജ് വിങ് കാണാൻ സാധിക്കും. വീൽ ഹൗസിന്റെ കുറച്ച് പോർഷൻ കാണാൻ സാധിക്കും. അതുമാത്രമല്ല മങ്കി ഐലൻഡും അതിനോട് ചേർന്നിട്ടുള്ള നാവിഗേഷൻ എക്യുപ്മെന്റ്സും റഡാറും സിഗ്നൽ മാസ്റ്റും കാണാൻ സാധിക്കും. അതായത് ഈ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും ഉള്ളത് നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജ് പോർഷനാണ്. ആ പോർഷന്റെ ഏറ്റവും ബാക്ക് പോർഷനാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. മുൻ പോർഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വീൽ ഹൗസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ കണ്ടെയ്നർ വളരെ കുറച്ച് തന്നെയാണുള്ളത്. അതായത് ഡ്രാഫ്റ്റ് വളരെ കുറച്ച് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല നമ്മളിപ്പോൾ കാണുന്നത് ലൈഫ് ബോട്ടാണ്. ഷിപ്പിന്റെ ലൈഫ് ബോട്ട് പല ഷിപ്പുകളും വരുമ്പോൾ നമ്മൾ ഷിപ്പിന്റെ ഡീറ്റെയിൽ എടുക്കുന്ന സമയത്ത് ആ ലൈഫ് ബോട്ടിന്റെ വീഡിയോ കൂടി എപ്പോഴും കാണിക്കാവുന്നതാണ്. ആ ലൈഫ് ബോട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. എമർജൻസി ഭാഗമായിട്ട് ഷിപ്പിൽ നിന്നും ഈ പറയുന്ന ക്രൂ മെമ്പേഴ്സിന് പുറത്തേക്ക് വരുന്നതിനാണ് ഈ ലൈഫ് ബോട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ ബെർത്തിന്റെ എൻഡ് പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുമാത്രമല്ല ഷിപ്പിൽ MSC എന്ന് പറയുന്ന ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ടും വളരെ വലിപ്പത്തിലും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല MSC ടോപ്പസി എന്ന് പറയുന്ന ബാഡ്ജിങ്ങുമുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷിപ്പിന്റെ ഫണലാണ്. നമുക്ക് എഞ്ചിൻ റൂമുമായിട്ട് കണക്ട് ചെയ്യുന്ന ഷിപ്പിന്റെ ഫണൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. ആ ഭാഗത്ത് ധാരാളം കണ്ടെയ്നർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഫണൽ ഇത്രത്തോളം വ്യക്തമായിട്ട് അതിന്റെ ഹൈറ്റ് അറിയാൻ പറ്റുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നത് ഈ ഫണലിനോട് ചേർന്നിട്ട് കണ്ടെയ്നറുകളല്ല നിലവിലുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ അത് അലുമിനിയം റോൾ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കേബിൾസ് ആണ്. ഇതിലേതോ ഒന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു അലുമിനിയം റോള് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കൂടുതൽ റോള് തന്നെയുണ്ട്. നല്ല ഹെവി വെയിറ്റ് തന്നെയായിരിക്കും ഇതിന്. നമുക്ക് വളരെ ദൂരെ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഏതാണ്ട് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിനാൽ കുറച്ചുകൂടി നമുക്ക് അടുത്ത് വന്നാലേ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. നമുക്ക് 2-3 വീഡിയോയിലേക്ക് പോകാം. കാരണം നമ്മൾ ചെറുതായിട്ട് പോർട്ടിന്റെ അപ്ഡേഷൻ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് ബെർത്ത് പോർഷൻ കാണാൻ സാധിക്കും. STS-1 എന്ന് പറയുന്ന ക്രെയിനുമുണ്ട്. ബെർത്ത് പോർഷനിൽ ധാരാളം ട്രെയിലർ ലോറികൾ കണ്ടെയ്നറുമായിട്ട് നിൽക്കുന്നത്. അത് 20 ഫീറ്റ് ആവട്ടെ 40 ഫീറ്റ് ആവട്ടെ, ഇങ്ങനെ 2 തരത്തിലുള്ള കണ്ടെയ്നറുമായിട്ട് നിരനിരയായി ലോറികൾ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് STS ക്രെയിനുകൾ നമ്മുടെ കണ്ടെയ്നർ പിക്ക് ചെയ്ത് നമ്മുടെ കപ്പലിൽ കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നതും നമ്മൾ തൊട്ടു മുന്നേ കണ്ടതാണ്. ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിൽ നടന്നു വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് അല്ലെങ്കിൽ PO ബിൽഡിങ്ങിന്റെ ഏറ്റവും ബാക്ക് വശത്തെ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഈ ഭാഗത്ത് നിന്നാൽ നമുക്ക് യാർഡ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് എല്ലാവർക്കും, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ വിഷ്വൽ തന്നെയാണ്. നമ്മൾ തൊട്ടു മുന്നേ നമ്മൾ ബെർത്തിൽ നിന്നും ആ കണ്ടെയ്നർ കപ്പലിലേക്ക് കയറ്റുന്നതാണ് കണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് യാർഡ് പോർഷനിൽ നിന്നും കണ്ടെയ്നർ ഈ പറയുന്ന കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിൻ അല്ലെങ്കിൽ യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ ലോറിയിലേക്ക് അല്ലെ ട്രെയിലറിലേക്ക് കയറ്റുന്ന കാഴ്ച നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്ന ഈ യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് ട്രെയിലറിലാക്കുന്നത് എനിക്ക് തോന്നുന്നു 20 ഫീറ്റിൻ്റെ കണ്ടെയ്നറാണ്. അതെ, വളരെ ചെറിയ കണ്ടെയ്നറാണ്. 20 ഫീറ്റും 40 ഫീറ്റുമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ധാരാളമായിട്ടുള്ളത്. 98% അല്ലെങ്കിൽ 99%-ഓളം 20 ഫീറ്റും 40 ഫീറ്റുമാണ്. 45 ഫീറ്റുമുണ്ട്. പക്ഷെ അത് നമുക്ക് 45 ഫീറ്റ് വന്നാൽ നമുക്ക് വളരെ ദൂരെ ഒന്നും അറിയാൻ പറ്റില്ല. എന്നാലും ഈ 45 ഫീറ്റ് കോമൺ ആയിട്ടുള്ളൊരു കണ്ടെയ്നർ അല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 20 ഫീറ്റും 40 ഫീറ്റുമാണ് കോമൺ ആയിട്ടുള്ള കണ്ടെയ്നർ. അപ്പോൾ ധാരാളം കണ്ടെയ്നറാണ് നമ്മുടെ യാർഡ് പോർഷനിലുള്ളത്. ആ കണ്ടെയ്നറെല്ലാം നമ്മുടെ ഈ പറയുന്ന ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വരുന്ന മദർ വെസൽ ആയിക്കോട്ടെ, ഫീഡർ വെസൽ ആയിക്കോട്ടെ, അതിലേക്ക് കയറ്റുന്ന കാഴ്ച, അതിന് മുന്നോടിയായിട്ട് യാർഡ് പോർഷനിൽ നിരയായി നിരത്തി വെച്ചിരിക്കുന്ന ഇതുപോലുള്ള കണ്ടെയ്നറുകൾ ട്രെയിലർ ലോറികളിലാക്കുന്ന മനോഹരമായ ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എല്ലാ ട്രെയിലർ ലോറികളും അശോക് ലൈനിൻ്റെ തന്നെയാണ്. വളരെ ഭംഗിയുള്ളൊരു വിഷ്വൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ പോകുന്നത് ഒരു 40 ഫീറ്റിൻ്റെ കണ്ടെയ്നറാണ് നമ്മുടെ മുന്നിലൂടെ പോകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ കണ്ടതാവട്ടെ ഏതാണ്ട് 20 ഫീറ്റിൻ്റെ 2 കണ്ടെയ്നറുമാണ്. അങ്ങനെ 20 ഫീറ്റും 40 ഫീറ്റിൻ്റെ കണ്ടെയ്നറുകൾ ധാരാളം നമ്മുടെ പോർട്ടിൽ നിന്നും കപ്പലിലേക്ക് പോകുന്ന മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ലോറി വളരെ സാവധാനം നീങ്ങിയതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറച്ച് ദിവസം മുന്നേ തന്നെ ഈ ട്രെയിലർ ലോറിയുടെ വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ അപ്ലൈ ചെയ്തെന്ന് എനിക്കറിയില്ല. ചെയ്തവരെ എനിക്ക് തോന്നുന്നു ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടാകും. കാരണം പുതിയ ട്രെയിലർ ലോറികൾ കഴിഞ്ഞ വീഡിയോ അപ്ഡേഷൻ സമയത്ത് ധാരാളമായി എത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പുതിയ ഡ്രൈവർ വേക്കൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും ഡ്രൈവർ വേക്കൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ അത് നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ആ 20 ഫീറ്റിൻ്റെ 2 കണ്ടെയ്നറും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള വിചാരം 2 കണ്ടെയ്നർ എടുത്തു വയ്ക്കുമ്പോൾ അത് തട്ടി, ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്, ചേർന്നിട്ടായിരിക്കും ഇരിക്കുന്നില്ല. നിലവിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ ട്രെയിലർ വളഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചു. ഇനി നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ സൈഡിലൂടെയാണ് പോകുന്നത്. ബിൽഡിംഗ് മറിഞ്ഞ് നമുക്ക് കുറച്ച് നേരത്തേക്ക് കാണാൻ സാധിക്കില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബെർത്തിലേക്കാണ് ഈ പറയുന്ന ട്രെയിലർ ലോറികൾ പോകുന്നത്. കുറച്ചു മുന്നേ നമ്മൾ ബെർത്തിലേക്ക് പോകുന്ന കാഴ്ച കണ്ടിരുന്നു. ഇപ്പോൾ നമുക്ക് ഡോൾഫിൻ ടഗുകളെയും കാണാൻ സാധിക്കും. ഇങ്ങനെ വളഞ്ഞു പോകുന്ന കാഴ്ച വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണത്. കണ്ടോ, ട്രെയിലർ ലോറികൾ പല വഴിയിലുണ്ട്. ഈ റൂട്ടല്ല, 3-4 റൂട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന ബെർത്ത് പോർഷനിലേക്ക് എത്താൻ വേണ്ടി. കാരണം ധാരാളം ട്രെയിലർ ലോറികളാണ് ഒരേ സമയം ബെർത്ത് പോർഷനിലേക്ക് എത്തുന്നത്. അതിനനുയോജ്യമായ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ സെമി ഓട്ടോമാറ്റിക് ക്രെയിനായ STS ക്രെയിനും വളരെ ഫാസ്റ്റാണ് മൂവിങ് നടത്തുന്നതും. അതുകൊണ്ടാണ് നമുക്ക് ആ നേട്ടം കൈവരിക്കാൻ സാധിച്ചതും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ടഗ് ബോട്ടുകളെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്പർ ചെയ്ത് കാണാൻ സാധിക്കും. ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 28. ഇനി 26 എന്ന് പറയുന്ന ഒരു ടഗ് ബോട്ട് ഉണ്ട്. അതുമാത്രമല്ല ഓഷ്യൻ പ്രസ്റ്റീജും ഉണ്ട്. ഡോൾഫിൻ 35 കുറച്ച് ദിവസം മുന്നേ നമ്മളെ ഈ പോർട്ടിൽ നിന്നും എണ്ണൂർ പോർട്ടിലേക്ക് ഇവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വിഴിഞ്ഞം പോർട്ടിലില്ല. എന്നാലും എപ്പോഴും 4 ടഗ് ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കപ്പലിന്റെ ഈ പറയുന്ന ഡഗ്ഗുകൾ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഡഗ്ഗുകളുടെ മുകളിലേക്ക് കയറുന്നതിന് ഒരു ലാഡറും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലാഡർ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലാഡർ വഴി നമുക്ക് ഡഗ് പോർഷനിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ എല്ലാം ഇനി ഫില്ല് ചെയ്യാനുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു 2-3 ദിവസം ഈ കപ്പൽ വിഴിഞ്ഞം പോർട്ടിൽ തന്നെ കാണും. കാരണം ഈ ഡക്കുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം ഫില്ല് ചെയ്യും ഉറപ്പായിട്ട്. എന്നിട്ടായിരിക്കും നിലവിൽ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും അടുത്ത് പോകുന്ന പോർട്ട് മുൻട്ര പോർട്ടിലേക്കാണ് പോകുന്നത്. ഈ കപ്പൽ വന്നത് നിലവിൽ നമ്മുടെ കൊളംബോ, അതായത് ശ്രീലങ്കയുടെ കൊളംബോ ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വന്നത്. കപ്പൽ തിരിച്ചു പോകുന്നത് മുൻട്ര പോർട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്കിപ്പോൾ നേരത്തെ കണ്ട ആ റോള്, അതായത് എനിക്ക് തോന്നുന്നു അലുമിനിയം റോൾസ് എന്നാണ് തോന്നുന്നത്. ഹെവി വെയിറ്റ് തന്നെയാണ് അലുമിനിയം റോൾസ് അല്ലെങ്കിൽ കേബിൾസ്. ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ സീരിയൽ നമ്പർ എനിക്ക് തോന്നുന്നു 598 എന്ന് പറയുന്ന സീരിയൽ നമ്പറുമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു STS ക്രെയിനിന്റെ സ്പ്രെഡർ ഇപ്പോൾ പോകും നമുക്ക് കാണാൻ സാധിച്ചു. നമുക്ക് നോക്കാം സ്പ്രെഡർ
കപ്പലിനകത്തോട്ട് ഇറങ്ങിയതിനു ശേഷം എങ്ങനെയാണ് കണ്ടെയ്നറുമായിട്ടാണോ പൊങ്ങി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. കാരണം ഇതിന്റെ ഇടയിൽ കണ്ടെയ്നർ ധാരാളമായിട്ടുണ്ട്. ഇത് ഏറ്റവും ഉയർന്ന പോർഷനിലാണ്. അതുമാത്രമല്ല ഈ കാണുന്ന 3 റോൾ അടങ്ങിയ പോർഷനാണ് ഒരു കണ്ടെയ്നർ വലുപ്പത്തിൽ, എനിക്ക് തോന്നുന്നത് 45ഓ 40ഓ ആയിരിക്കും ആ വലുപ്പത്തിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതാ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ സ്പ്രെഡർ വളരെ സാവധാനം പൊങ്ങി വന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് STS ക്രെയിനിന്റെ സ്പ്രെഡറിൽ കാണാവുന്നത് കണ്ടെയ്നർ അല്ല, വലിപ്പത്തിലുള്ള ഒരു പോർഷനാണ് ഷിപ്പിന്റെ. അതായത് ഇതിനെ ഹാച്ച് കവർ എന്നാണ് പറയുന്നത്. നമ്മുടെ ഹാച്ച് കവർ ഇളക്കിയാൽ മാത്രമേ അതിനുള്ളിലെ കണ്ടെയ്നർ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് നിലവിൽ ഷിപ്പിന്റെ ലെവലിലാണ് കണ്ടെയ്നർ അടുക്കി വരിക്കുന്നത്. അതിന്റെ മുകളിൽ ഹാച്ച് കവർ ഇട്ടതിനു ശേഷം അതിന്റെ മുകളിലോട്ടാണ് ഇനി നമ്മൾ കണ്ടെയ്നറെല്ലാം അടുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പോർഷൻ കഴിഞ്ഞാൽ ഇതുപോലെ ഹാച്ച് കവർ ഇളക്കി മാറ്റണം. ഓരോ പ്രാവശ്യം ഹാച്ച് കവർ ഇളക്കി നമ്മുടെ ബെർത്തിന്റെ പോർഷനിൽ വെച്ച് തിരിച്ച് കണ്ടെയ്നർ ഫില്ല് ചെയ്തതിനു ശേഷം ഹാച്ച് കവർ തിരിച്ചു വെക്കുന്നതിന് ചാർജസ് ഉണ്ട്. അത് വ്യക്തമായിട്ട് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ സൈറ്റിൽ തന്നെയുണ്ട്. അത് മാത്രമല്ല വളരെ എളുപ്പം മനസ്സിലാവുന്നെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വരുന്ന കപ്പലുകളുടെ ചാർജസും ഫുൾ ഡീറ്റെയിൽ, അതായത് നിലവിൽ ഈ പറഞ്ഞ STS ക്രെയിന് കണ്ടെയ്നർ കയറ്റുന്ന ചാർജ്, ഇറക്കുന്ന ചാർജ്, ഇതുപോലുള്ള ഹാച്ച് കവർ മാറ്റുന്ന ചാർജ്, ലോക്ക് മാറ്റുന്ന ചാർജ്, കണ്ടെയ്നർ പൊസിഷൻ മാറ്റുന്ന ചാർജ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ഹാച്ച് കവർ നിലവിൽ ഈ പറയുന്ന ബെർത്തിന്റെ പോർഷനിലേക്കാണ് നമ്മുടെ STS ക്രെയിനുകൾ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. വലിയൊരു ഹാച്ച് കവർ തന്നെയാണ്. ഇതുപോലെ ധാരാളം ഹാച്ച് കവർ കൊണ്ട് ഒരു പോർഷൻ പൂർണ്ണമായിട്ടും അടച്ചു വെച്ചതിന് ശേഷമാണ് അതായത് മുകളിലോട്ട് കണ്ടെയ്നർ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. എല്ലാ ഷിപ്പുകളിലും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഹാച്ച് കവർ റിലീസ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇനി നമുക്ക് ഈ ഹാച്ച് കവർ എവിടെയാണ് വെക്കുന്നത് എന്നാണ് അറിയേണ്ടത്. പക്ഷേ കുറച്ച് ഭാഗം നമുക്ക് കാണാമെങ്കിലും ഇപ്പോൾ വെക്കുന്ന ഭാഗം ഏത് പൊസിഷനിലാണ് വെക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം കുറച്ച് താന്നു കഴിഞ്ഞാൽ നിലവിൽ ധാരാളം കണ്ടെയ്നറുകളാണ് യാർഡ് പോർഷനിലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. കാരണം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് പല ഭാഗത്തും കണ്ടെയ്നർ ഉള്ളത്. അതിനാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളമാണ് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാലും നമുക്ക് ഈ ഹാച്ച് കവർ പോകുന്ന ഭാഗം നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ ഹാച്ച് കവർ എങ്ങനെയാണ് പോകുന്നത് എന്നറിയാം. ഇത് നമുക്ക് വളരെ കണ്ടെയ്നർ മൂവ്മെന്റ് എപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ ഹാച്ച് കവർ റിലീസ് ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിൽ വരുന്ന സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിലും വളരെ അപൂർവമായിട്ടാണ് ഈ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നത്. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. STS ക്രെയിനുകൾ ഹാച്ച് കവർ റിലീസ് ചെയ്യുന്നതും തൊട്ടപ്പുറത്ത് ധാരാളം കണ്ടെയ്നർ മൂവ്മെന്റ് നടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഒരേ സമയം ഹാച്ച് കവറും കണ്ടെയ്നർ റിലീസും നടക്കുന്നതും കാണാൻ സാധിക്കും. ഉണ്ടോ, ഇത് ഹാച്ച് കവർ വളരെ സാവധാനം താഴ്ന്നു പോകുന്നത് കാണാൻ സാധിക്കും. ഇതാ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രത്തോളമേ നമുക്ക് കാണാൻ സാധിക്കൂ എന്നാണ് നമുക്കിവിടെ നിന്ന് കാണുന്നത്. കണ്ടോ, ഇത് കഴിഞ്ഞാൽ പിന്നെ കണ്ടെയ്നറുകൾ നിരനിരയായി നിരത്തി വെച്ചിരിക്കുന്ന കാരണം നമുക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെ ഹാച്ച് കവർ നമ്മുടെ മുന്നിൽ നിന്ന് പോയി. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിൻ A01 എന്ന് പറയുന്ന യാർഡ് ക്രെയിനിൽ നിന്നും കണ്ടെയ്നർ ഈ പറയുന്ന ട്രെയിലർ ലോറിയിലേക്ക് എടുത്തു വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഇത് 40 ഫീറ്റ് കണ്ടെയ്നറാണ് എടുത്തു വെക്കുന്നത്. സ്പ്രെഡറും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആദ്യമൊക്കെ ഈ പറയുന്ന യാർഡ് ക്രെയിനുകളും STS ക്രെയിനുകളും വന്ന സമയത്ത് ഇതിന്റെ സ്പ്രെഡറും ഇതിന്റെ വർക്കിങ്ങും, അതായത് ഇത് 2 ചെറിയ പാളത്തിലൂടെയാണ് ഇത് മൂവ്മെന്റ് നടത്തുന്നത്. ഫ്രണ്ടും ബാക്കും മൂവ്മെന്റ് നടത്തുന്നത് ഈ പാളത്തിലൂടെയാണ്. അപ്പോൾ നമുക്ക് വളരെ ദൂരെ നിന്ന് വളരെ ക്യൂരിയോസിറ്റി ആയിരുന്നു ഈ ക്രെയിനുകളെല്ലാം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ ഒരു സമയം പോർട്ടിനകത്ത് കയറി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വീഡിയോകൾ നമ്മൾ പോർട്ടിനകത്ത് കയറി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് മൂവ്മെന്റ് എന്നുള്ളത്. അന്ന് കാണാനും എല്ലാവർക്കും വളരെ ക്യൂരിയോസിറ്റി ആണ്. ആർക്കും വളരെ വ്യക്തമായിട്ട് പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന ക്രെയിനുകളെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല ഈ മോസ്റ്റ് മോഡേൺ ക്രെയിനുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് പോലെ വേറൊരു പോർട്ടിലുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊട്ടു മുന്നേ നമ്മൾ ഈ പറയുന്ന ഹാച്ച് കവർ ഇളക്കി മാറ്റിയ ഭാഗത്തേക്ക് STS ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നർ ഫില്ല് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ STS ക്രെയിനുകൾ കണ്ടെയ്നർ ഹൂക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. കണ്ടോ, ഇതാണ് STS ക്രെയിനിന്റെ സ്പ്രെഡർ.
ഇത് എനിക്ക് തോന്നുന്നു ഒരു 40 ഫീറ്റ് കണ്ടെയ്നർ ആണെന്ന് സംശയമുണ്ട്. 40 ഫീറ്റ് ആണോ 20 ഫീറ്റ് ആണോ? 40 ഫീറ്റ് ആയിരിക്കും, കാരണം വളരെ ദൂരം നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് കറക്റ്റ് ലെവലിലായിരിക്കും ഈ പറയുന്ന കണ്ടെയ്നറെല്ലാം നമ്മുടെ ഈ പറയുന്ന കപ്പലിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കുറച്ച് ഹൈറ്റിലേക്ക് പൊങ്ങിയിരിക്കുന്നു. ഈ പറയുന്ന STS ക്രെയിനിന്റെ പല ഭാഗത്തായിട്ട് ഹൈ എമിഷൻ്റ് ആയിട്ടുള്ള ക്യാമറകളും സെൻസറുകളുമുണ്ട്. അത് സ്പ്രെഡറിലുമുണ്ട്. ആ ഒരു ക്യാമറയുടെയും സെൻസറുടെയും പ്രസൻസിലാണ് അല്ലെങ്കിൽ സപ്പോർട്ടോടുകൂടിയാണ് നമ്മുടെ ഈ കണ്ടെയ്നർ മൂവ്മെന്റ് വളരെ ഫാസ്റ്റായിട്ട് STS ക്രെയിനിൽ സാധ്യമാകുന്നത്. അല്ലാതെ ഇതിനകത്ത് ക്യാബിനുണ്ടെങ്കിലും ക്യാബിനകത്ത് ആളില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് നമ്മുടെ PO ബിൽഡിങ്ങിന്റെ ഓപ്പറേറ്റർ റൂമിൽ ഇരുന്നിട്ടാണ് ഈ ക്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാ വളരെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടെയ്നർ താഴോട്ട് ഇറക്കിയിരിക്കുന്നു. ഇതാ ഇപ്പോൾ താഴേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതാ ഇങ്ങനെയാണ് ഈ പോർഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. വളരെ പെർഫെക്റ്റ് പ്ലേസിംഗ് ആണ് നിലവിൽ ഇതൊക്കെ നടത്തുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ ഈ കാണുന്ന STS ക്രെയിനിന്റെ ബൂമിന്റെ ഏറ്റവും എൻഡ് പോർഷൻ, കടലിലേക്ക് തള്ളിയിരിക്കുന്ന ഏറ്റവും എൻഡ് പോർഷനാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റും, അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റും കാണാൻ സാധിക്കും. ഒരു ക്യാമറ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാമറ പോർഷൻ കാണാൻ സാധിക്കും. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാമറകൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് നമുക്കിവിടെ ക്യാമറകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സെൻസേഴ്സും ക്യാമറകളോടും നിറഞ്ഞിരിക്കുന്നു നമ്മുടെ STS ക്രെയിനുകൾ. അതുകൊണ്ടാണ് ഇതൊരു ഓപ്പറേറ്റർ റൂമിനകത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ സജ്ജീകരണങ്ങൾ റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് വളരെ ഫാസ്റ്റായിട്ട് കണ്ടെയ്നർ മൂവ്മെന്റ് നമുക്ക് നടത്താനും സാധിക്കുന്നത്. നമ്മുടെ ഈ കാണുന്ന ഈ പോർഷനാണ് ഈ പറയുന്ന ബൂം എന്നൊക്കെ പറയുന്നത്. കപ്പൽ വരുമ്പോൾ ഈ ബൂം പൊക്കുകയും താക്കുകയും ചെയ്യുന്നതും പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. ഇതാണ് നമുക്ക് ക്യാബിൻ എന്ന് പറയുന്നത്. ഈ ക്യാബിനിൽ ഇപ്പോൾ ആളില്ല. നിലവിൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ക്യാബിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും, നിലവിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ ഈ പറയുന്ന ഓപ്പറേറ്റർ റൂമിനകത്തിരുന്ന് ഉപയോഗിക്കാൻ പറ്റും. രണ്ട് സിസ്റ്റം, രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രെയിനുകളാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലെ STS ക്രെയിനുകൾ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോയി എത്രത്തോളം വർക്ക് അപ്ഡേഷൻ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് ഇപ്പോൾ ധാരാളം നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 100-150 ലോഡ് സ്റ്റോണുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റോണുകൾ ഇവിടെ നമ്മൾ പണ്ട് പറയുന്ന പോലെ, പണ്ടത്തെ വീഡിയോയിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട് നാച്ചുറൽ സ്റ്റോണിന്റെ മല എന്ന് പറയുന്നുണ്ട്. അതുപോലെ നാച്ചുറൽ സ്റ്റോണിന്റെ മലയായിട്ട് രൂപീകരിക്കാൻ പോകുന്ന കാഴ്ച, അത് നാച്ചുറൽ സ്റ്റോൺ വന്ന് ലെവൽ ചെയ്ത് ഇവിടെ ധാരാളമായിട്ട് ഫില്ല് ചെയ്ത് കൂട്ടും. കാരണം സെക്കൻഡും തേർഡും ഫോർത്തും സ്റ്റേജിന്റെ വർക്കുകൾ 2025 ജനുവരിയോടുകൂടെ സ്റ്റാർട്ടാകും എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനു വേണ്ടിയുള്ള ബ്രേക്ക് വാട്ടറിന്റെ, അതായത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കാണ് ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകൾ എന്ന് പറയുന്നത്. ഏകദേശം 55 മുതൽ 60 ലക്ഷം ടൺ പാറയാണ് നമുക്ക് 2960 മീറ്റർ കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് ചെലവായിട്ടുള്ളത്. ഏകദേശം 18 മുതൽ 20 മീറ്റർ ആണ് നിലവിൽ നാച്ചുറലായിട്ട്. 18 മീറ്റർ കൺഫേം ആണ് പല സ്ഥലത്തും നിലവിൽ നാച്ചുറലായിട്ട് ആഴമുള്ളത്. അത് 22 മീറ്റർ വരെ ട്രെഞ്ച് ചെയ്ത് മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തല്ലേ നമ്മൾ ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകൾ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ധാരാളം ഈ ബ്രേക്ക് വാട്ടറിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ധാരാളം നാച്ചുറൽ സ്റ്റോണുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള നാച്ചുറൽ സ്റ്റോണുകളാണ് ഈ ഭാഗത്ത് തരം തിരിച്ച് കൂട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും അടിയിലേക്ക് പോകുമ്പോഴത്തേക്കും വലിയ നാച്ചുറൽ സ്റ്റോണുകളാണ് വേണ്ടി വരിക. അതിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഫില്ല് ചെയ്തതിനു ശേഷം തരം തിരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. പലപ്പോഴായിട്ട് ഞാൻ പറയുന്നുണ്ട്, തരം തിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോണുകൾ നമ്മുടെ സ്പ്ലിറ്റ് ബാർജിലും ഇഞ്ചിൻലെസ് ബാർജിലും, ഇനി മൂന്നാമതൊരു സ്റ്റേജ് ലോറിയിലും നേരിട്ടും കൊണ്ടുപോകും. അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ്, അല്ലെങ്കിൽ 3 പാർട്ടായിട്ടാണ് നിലവിൽ ഒരേ സമയത്ത് ഈ ബ്രേക്ക് വാട്ടറിലെ സ്റ്റോൺ എത്തുന്നത്. അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ട് ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇനി അടുത്തൊരു മല എന്ന് പറയുന്നത് ഇനി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതപ്പം നാച്ചുറൽ സ്റ്റോണ് കൊണ്ട് ഫില്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയ പാറ കഷ്ണങ്ങൾ നമ്മുടെ ടിപ്പർ ലോറിയിലെ കൊണ്ട് ഫില്ല് ചെയ്യുന്ന കാഴ്ച. അതിനനുസരിച്ച് നമുക്കൊരു എക്സ്കവേറ്ററും കാണാൻ സാധിക്കും. ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് നിരത്തിയിടുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം കൂടുതൽ ലോഡ് ഇതിന്റെ മുകളിലേക്ക് കയറ്റുന്നതിനാണ് ഇങ്ങനെ എക്സ്കവേറ്ററിന്റെ സഹായത്തോടെ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണുകൾ ഫില്ല് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ധാരാളം ലോഡുകൾ, ലോറിയുമായിട്ട് ധാരാളം ലോറികൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തുള്ള റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ലോറികൾ വന്നു പോകുന്നത് കാണാൻ സാധിക്കും. ഒരു ലോറി പോയാൽ അടുത്ത ലോറി വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയുമുണ്ട്.
അടുത്തൊരു വ്യൂയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ സ്റ്റാർട്ടിംഗ് പോർഷനാണ് നമ്മളീ കാണുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ബ്രേക്ക് വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ധാരാളം ആക്രോപോഡും ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ വശത്തെല്ലാം ആക്രോപോഡും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ കയറ്റുന്ന ഒരു പോർഷൻ ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഈ പോർഷനിലാണ് സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ കയറ്റി ഈ പറയുന്ന വർക്കിന്റെ പല ഭാഗത്തേക്കായിട്ട് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത്. അതിന്റെ ഒരു ചേംബർ പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയും ജനുവരി ആകുമ്പോൾ ഈ പോർഷനെല്ലാം വളരെ സജീവമാകും. കാരണം നമ്മൾ തൊട്ട് മുന്നേ നിൽക്കുന്ന സ്പ്ലിറ്റ് ബാർജ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. തൊട്ട് മുന്നേ അപ്പോൾ ധാരാളം സ്പ്ലിറ്റ് ബാർജും ഇഞ്ചിൻലെസ് ബാർജും ഉണ്ട്. അതെല്ലാം വളരെ വേഗം തന്നെ ഫാസ്റ്റായിട്ട് ജനുവരി മാസത്തോടെ വർക്ക് ആകും. ഇതാ കാണുന്ന ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജുമാണ് ഇവിടെയെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ ഈ സ്റ്റാർട്ടിംഗ് പോർഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു എക്സ്കവേറ്ററും ഇതിന്റെ ഇടയ്ക്ക് കോൺക്രീറ്റിന്റെ ഒരു വർക്കും നടക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് എന്ത് വർക്കാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ബ്രേക്ക് വാട്ടർ റിലേറ്റഡ് ആയി വർക്ക് തന്നെയാണ്. വേറെ എന്തോ ഒരു പോർഷൻ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിന്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഹെവി എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. ധാരാളം വർക്കിംഗ് സ്റ്റാഫിനെയും നമുക്ക് ഈ പോർഷനിൽ കാണാൻ സാധിക്കും. കോൺക്രീറ്റിന്റെ പോർഷനാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അയൺ റോഡ്സ് ഒക്കെ ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നാലും അയൺ റോഡ്സിന്റെ പല ഭാഗം കാണാൻ സാധിക്കും. സ്ലാബുകളായിട്ട് പല ഭാഗത്തേക്കും സ്ലാബുകൾ വന്ന് ജോയിൻ ചെയ്യുന്ന ജോലികളാണ് പോർട്ടിന്റെ പല ഭാഗത്തേക്കും നടക്കുന്നത്. മാത്രമല്ല ചെറിയ ചെറിയ കോൺക്രീറ്റുകളും നടക്കുന്നുണ്ട്. അതിന്റെ മിക്സർ മെഷീൻ വണ്ടികളും നമ്മൾ പല ഭാഗത്ത് കണ്ടതാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന സ്പ്ലിറ്റ് ബാർജ്, വലിയൊരു സ്പ്ലിറ്റ് ബാർജ് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ 3-4 സ്പ്ലിറ്റ് ബാർജുകളുണ്ട്. ഇനി അടുത്തൊരു മനോഹരമായ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനാണ് നമ്മൾ കാണുന്നത്. തൊട്ട് മുന്നേ നമ്മളിപ്പോൾ ഈ സൂം ചെയ്ത് പോകുന്ന ഭാഗത്താണ് വർക്ക് നടക്കുന്നുണ്ടോ. സ്പ്ലിറ്റ് ബാർജ് നമുക്ക് തൊട്ടടുത്തായിട്ട് കാണാൻ സാധിക്കും. സ്പ്ലിറ്റ് ബാർജിന് അപ്പുറത്തേക്ക് ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനിലേക്ക് നമുക്ക് പോകാം. അതായത് 2960 മീറ്റർ കംപ്ലീറ്റ് ആയ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ സൂം ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വെയിലില്ലാത്ത കാരണം മാത്രമല്ല ചെറിയ ഒരു മൂടൽ മഞ്ഞ് പോലെ ആ സ്ഥലത്തുണ്ട്. നമുക്ക് കുറച്ച് ക്ലാരിറ്റിയുടെ കുറവ് കാണും, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത്. ഈ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ കഴിഞ്ഞിട്ടാണ് ഈ 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ വർക്കുകളും നടന്നു വരുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ അപ്ഡേഷൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോയി ധാരാളം ആക്രോപോഡുകളാണ് നമുക്ക് നേരത്തെ ഈ പറയുന്ന കടലിലേക്ക് ഫില്ല് ചെയ്തിരുന്ന ആക്രോപോഡുകളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ ഭാഗത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് നമ്മൾ ആക്രോപോഡ് അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർക്ക് ചെയ്തപ്പോൾ അത്രത്തോളം ആക്രോപോഡ് അവിടെ ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ മാറ്റിവെക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. അതിന് 2-3 ദിവസം കഴിഞ്ഞ് ഈ ആക്രോപോഡുകൾ ലോറിയിലെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്ത് പർപ്പസിനാണ് ഈ ആക്രോപോഡ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ാണ് വളരെ എളുപ്പം ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വിഴിഞ്ഞം പോർട്ടിന്റെ വർക്കുകൾ. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോകാം. ഈ വ്യൂ നമ്മുടെ ഈ പറയുന്ന ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള വിഷ്വൽ തന്നെയാണ്. നമുക്ക് ഈ പറയുന്ന കടലിലേക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വള്ളങ്ങൾ വരുന്നത് വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഓരോ വള്ളങ്ങളും മൂവ് ചെയ്ത് പോകുന്നത്. കാരണം ഫിഷർമാൻമാരുടെ ചെറിയ വള്ളങ്ങളാണ്. അവരുടെ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ മീൻ പിടിച്ചതിന് ശേഷം കരയിലേക്ക് പോകുന്ന ആ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് കടൽ തെളിച്ച് കീറി മുറിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ച. ഇത്രത്തോളം ഫാസ്റ്റാണ് നമുക്ക് സൂം ചെയ്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറിയവർക്ക് ഈ വള്ളങ്ങൾ ധാരാളമായി പോകുന്നത് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് വളരെ ചെറുതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സൂം ചെയ്താൽ മാത്രമേ വളരെ ഫാസ്റ്റായിട്ടാണ് അവർ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വള്ളമല്ല, ധാരാളം വള്ളങ്ങളുണ്ട്. നമുക്ക് ബാക്കിലേക്ക് വരുന്ന അടുത്തൊരു വള്ളത്തെ കാണാം. എല്ലാ വള്ളങ്ങളും വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഈ വള്ളങ്ങളെല്ലാം മൂവ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് എല്ലാവരും കണ്ടിട്ടുള്ള വിഷ്വലാണെങ്കിലും എന്നാലും ഇത്രത്തോളം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് ഈ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അവരവരുടെ ജോലികൾ കഴിഞ്ഞതിന് ശേഷം കിട്ടിയ മത്സ്യങ്ങളുമായിട്ട് നമ്മുടെ ഈ പറയുന്ന വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അടുത്തൊരു വിഷ്വൽ എന്ന് പറയുന്നത് ഇപ്പോൾ സമയം 4-4:30 മണിയായിട്ടുണ്ട്. അസ്തമയ സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കും. അസ്തമയ സൂര്യന്റെ ഗോൾഡൻ കിരണങ്ങൾ
നമ്മുടെ കടലിലേക്ക് പതിക്കുമ്പോഴുള്ള ആ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.